എങ്ങനെ ടോവിനൊക്കെ എങ്ങനെയുണ്ട് മേക്കിംഗ് ഡയറക്ഷനൊക്കെ? മൂവി കുറച്ചൊക്കെ വേറെ ലെവലിലേക്ക് പോയി. പക്ഷേ ഫസ്റ്റ് ഹാഫിന് ലാസ്റ്റ് തൊട്ട് സെക്കൻഡ് ഹാഫിലേക്ക് മൂവിയുടെ കണ്ടറിലേക്ക് വരാൻ എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? അഭിനയമൊക്കെ കൊള്ളാം. ഒരു എക്സെപ്ഷണൽ രീതിയിലൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു കണ്ടന്റിന്റെ ഒരു ഇത് കൊണ്ട് ആ മൂവിയിലേക്ക് എത്താൻ പറ്റും. ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി. എല്ലാവരും ഫസ്റ്റ് വാച്ച് ഒരു രക്ഷയില്ലാത്ത പടമാണ് ചെയ്ത് രക്ഷയില്ല. ലൈക്ക് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത് ടോവിനോനെക്കാട്ടിലും കൂടുതൽ ഡയറക്ടർ പുള്ളിക്കാരൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ക്യാമറാമാൻ്റെ പേരിലൊക്കെ ആൾക്കാർ സിനിമ കാണുന്ന പുള്ളിക്കാരൻ്റെ പേരും ഒക്കെ സിനിമ കാണുന്ന കാലം വരെ ക്യാമറ, ഡയറക്ഷൻ, മ്യൂസിക്, ജയിച്ചതൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്കോറിംഗ് ആണ്. ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. മാരകമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇമോഷൻസ് ആയാലും ആക്ഷൻ ആയിരുന്നാലും എല്ലാം ഒരുമിച്ച് സൂപ്പർ ബ്ലെൻഡ്. അടിപൊളിയാണ്. മേക്കിംഗ് വൈസ് അടിപൊളി പടമാണ്. ടൊവിനോയുടെ അഭിനയമാണ് ഇതിന്റെ ഏറ്റവും മെയിൻ പ്ലസ് പോയിന്റ് ഈ പടത്തിൽ. മ്യൂസിക് എങ്ങനെയുണ്ട് പടത്തിൽ? മ്യൂസിക് നല്ല മ്യൂസിക് ആയിരുന്നു. കുഴപ്പമില്ല, നല്ല എൻജോയ് പറ്റുന്ന മ്യൂസിക്. എൻജോയിങ് അല്ല, ഒരു ഇമ്പാക്ട് തരുന്ന ഒരു ട്രൂ ഇവന്റിനെ കാണിക്കുന്ന ഫിലിമല്ലേ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു ബീജം ഈ സിനിമയിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്, നല്ല തിയേറ്ററിൽ നല്ല പടം. എങ്ങനെയുണ്ട് ബാക്കിയുള്ളത്? സുരാജ് ആണെങ്കിലും ചേരനാണെങ്കിലും ഒക്കെ ചേരന്റെ അഭിനയവും സുരാജിന്റെ അഭിനയം എടുത്തു പറയണം. നല്ലൊരു അഭിനയമായിരുന്നു. എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോവും. കൊള്ളാം, നല്ല അഭിനയമായിരുന്നു. പടം അടിപൊളിയാണ്. ഇല്ല, ഇതിപ്പോ ഒരു പ്രോബ്ലം ആവും ചിലപ്പോൾ, കാരണം പൊളിറ്റിക്കൽ കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ പടം സ്കോറൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ടൊവിനോ അടിപൊളിയാണ്. പിന്നെ എവിടെയൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുള്ളത്, കാരണം ഇത്തിരി കൂടെ ലെങ്ത് കൂടുതലായ പോലെ ചാൻസ് ഒന്നും ആ പേടിയുണ്ട്. അതെന്തായാലും റിയൽ ലൈഫ് ഇൻസിഡന്റ് അല്ലേ, അതിനെ അവര് പോർട്രേ ചെയ്തിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഒരു പോലീസുകാർ, അത് പറഞ്ഞ സ്പോയിലർ, അതാണ് പറയേണ്ടത്. എന്തായാലും വിവാദമാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ട് പക്ഷെ ഇത് വളരെ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 100 കോടി പ്രതീക്ഷിക്കാൻ വേണം. ഇമോഷണലി എങ്ങനെയുണ്ട് പടം? അടിപൊളിയാണ്. ഇമോഷണലി ഇപ്പോൾ ടൊവിനോ അല്ല വേറെ ആളെയാണ് കാസ്റ്റ് ചെയ്തെങ്കിലും അടിപൊളിയാണ്. പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 10ൽ 8 കൊടുക്കുക. അടിപൊളിയാണ്, ശരിക്കും അടിപൊളിയാണ്. പക്ഷേ നമുക്ക് എവിടെയൊക്കെ വേറെ പടങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, എന്നാലും അടിപൊളിയാണ്. ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഭരിക്കുന്ന പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടികളും വരാൻ എന്തായാലും അവരൊരു പടത്തിന്റെ ഒരു വിമർശനം ചെയ്യാൻ എന്തായാലും ചാൻസ് ഉണ്ട് എന്തായാലും. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ ഒരു ഒപ്പോസ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇതിനെന്തായാലും വരും, ഉറപ്പാണ്. കാരണം അത് ഭയങ്കര ചെയ്തു വെച്ചിരിക്കുന്ന രീതിയും ഒരു സ്കെയിലൊക്കെ അടിപൊളിയായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ തന്നെ വീടിന്റെ അകത്തിരുന്ന് ചെയ്തു. അപ്പൊ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് എന്തായാലും, അതായത് അന്ന് നടന്നൊരു ഇൻസിഡന്റ് ഇന്ന് ജനങ്ങളൊന്ന് കാണിക്കുമ്പോൾ അതിനി വരാതിരിക്കുന്ന ഇലക്ഷനിൽ വരെ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ചാൻസ് സംഭവമാണ്. കൊള്ളാം, വളരെ അടിപൊളിയാണ്. കുറച്ച് ലേറ്റായി കണ്ടു, പക്ഷേ നല്ല പടം. തിയേറ്ററിൽ എല്ലാവർക്കും വന്ന് കാണാം. ഒരു കുറച്ച് റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അതിൽ കുറച്ചുകൂടെയൊക്കെ ആഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. റിയലിസ്റ്റിക് പടം. പിന്നെ ഭയങ്കര ഇമോഷണലാണ്. ശരിക്കും ഒരു യഥാർത്ഥ സംഭവം കാണിക്കുമ്പോൾ അതിനോട് നീതി പുറത്തിരുന്നു. അതിന്റെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള ആ ഒരു പഴയ സംഭവമാണല്ലോ. PS-ന്റെ സമയത്തുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു വേട്ട എന്ന് തന്നെ പറയണം. ആദിവാസികൾക്കെതിരെ ഉണ്ടായ ഒരു സംഭവം വളരെ ഡിസ്റ്റർബിംഗ് ആണ്. ചില പോർഷൻസ് ഒക്കെ കുറച്ച് നമുക്ക് നല്ലോണം ഡിസ്റ്റർബിംഗ് ആണ്. പക്ഷെ അത്രത്തോളം ഉണ്ടോ അത് ഇതിലോട്ട് ആഡ് ചെയ്തതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും ഒരു വിവാദത്തിന്റെ കാര്യമായ സ്കോപ്പ് ഉണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും പല കാര്യങ്ങളും വീണ്ടും ഒരു സ്പാർക്ക് ഇടാൻ വഴിയാകുമോ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം റെഫറൻസ് പോയി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മൂവി രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലവണ്ണം സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്. ക്യാമറ ഷോട്ട്സ് അടിപൊളിയായിട്ടുണ്ട്. പോലീസ് ചാർജും ഇതെല്ലാം പിക്ചറൈസേഷൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷെ കുറച്ച് നല്ല വിവാദവും കുറച്ച് ഹോട്ട് ടോപ്പിക്കാണ് സംഭവം. കുറച്ച് കത്തുന്ന സംഭവമാണ്. ഈ ഒരു സമയത്തൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഇത് വീണ്ടും പലയിടത്തും ട്രിഗർ ഉണ്ടാക്കാൻ, കാരണം അണഞ്ഞ് കിടക്കുന്നത് കത്തിക്കാൻ നോക്കി എന്നുള്ളൊരു ഇതെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മൂവിയാണ്, മൂവിയായിട്ട് തന്നെ കാണാം. പക്ഷെ എന്നാൽ പോലും
കാണുന്നവർക്ക് ഒരു വലിയ ഡിസ്റ്റർബിംഗ് ആണ്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കാര്യമായിട്ട് ഉണ്ട്. അത് അന്ന് നടന്ന റിയലിസ്റ്റിക് സംഭവം തന്നെയാണ്. എന്നാലും കുറച്ച് ഡിബേറ്റബിൾ ആയി സംഭവം വരാൻ സാധ്യതയുണ്ട്. കൊള്ളാം. എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണാം. ടോവിനോനെ പ്രത്യേകം പറയാം. ടോവിനോ ഭയങ്കരമായ നീതി പുലർത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ആ വ്യക്തിയായിട്ട് അതിലോട്ട് ഇൻവോൾവ് ചെയ്ത് നല്ല ആക്ടിങ് നന്നായിട്ടുണ്ട്. സുരാജ് ഏട്ടൻ്റെ ഭയങ്കര മനോഹരമായ ആക്ടിങ്. മൊത്തത്തിൽ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം പല സീൻസിലും നമ്മൾ വിഷമിക്കും. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പടം നല്ലതാണ്, അതെല്ലാം ശരിയാണ്. എന്നാൽ ഡിസ്റ്റർബിംഗ് ആണ് കുറച്ച് പടം. ഹൈലി സെന്റിമെന്റൽ മൂവിയാണ്. ഹൈലി സെന്റിമെന്റൽ, ഇമോഷണൽ, ഭയങ്കര ഇമോഷണൽ.